ചിക്കൻ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 2.5 കിലോ അരിക്ക് ആവശ്യമുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അതിൻ്റെ ആവശ്യമായ മസാലക്കൂട്ട് ചേർക്കുന്നുണ്ട്. ഇത്രയും മസാലക്കൂട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരിയിടാം. ഇനി വെള്ളം തിളയ്ക്കുന്ന നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെയ്യുടെ കുറച്ച് ടേസ്റ്റും വേണ്ടവർക്ക് അതുണ്ടാവും. പിന്നെ നമുക്ക് റൈസിന് കളർ വേണം എന്ന ആവശ്യമുള്ളവർ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അതിനാവശ്യമായ ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. മസാല ഏകദേശം ഇതായി വരുന്നുണ്ട്. അതിൻ്റെ മണമൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ 2.5 കിലോ അരിയാണ് വെച്ചിരുന്നത്. നമ്മൾ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് കൊടുക്കാം. നോക്കണം അരി വെന്ത് പോകുന്നത്. ഈ അരി വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ബിരിയാണി വെക്കാനുള്ള ചെലവും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് അരി വെന്തോന്ന് നോക്കാം. ഏകദേശം വേഗമായിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഇതിപ്പം ചിക്കൻ കറി വെക്കാനായിട്ടുള്ള ചീനച്ചട്ടി ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-3.5 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന മസാല ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത മസാലയാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൽ ചേർക്കാനുള്ള സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കിനും എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 6-7 സവോള എടുത്തിട്ടുണ്ട്. മസാല 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളുടെ എല്ലാം പച്ച മണം മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റൈസിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ റൈസ് തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു ബിരിയാണി ചെമ്പെടുത്തിട്ട് അതിനകത്ത് ഒരു ലെയർ റൈസ് ഇടുക, എന്നിട്ട് നിരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾസ് വിതറി കൊടുക്കുക. കുറച്ച് വിതറി കൊടുക്കുക.